ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രത്തിന്റെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 1 to 13. First Corinthians chapter 10 verse 1 to 13. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഇത് നമ്മുടെ ആൻസൊന്ന് തൊട്ടുപോയൊരു പാഠഭാഗമാണ്. ഹല്ലേലൂയ. അപ്പം ഇത് തന്നെയാണ് എനിക്കൊന്ന് സംസാരിക്കാൻ തോന്നുന്നത്. ഹല്ലേലൂയ. ആദ്യത്തെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവിടെ ഇസ്രായേലും കൊരിന്ത്യരും തമ്മിൽ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച വീഴ്ച എന്താണെന്ന് ഹല്ലേലൂയ അവിടെ പറയുകയാണ് ചെയ്തത്. അവര് രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് ഒരു കമ്പാരിസൺ പോലെയാണ് അവിടെ പറയാൻ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴെ ആയിരുന്നു. അവരെല്ലാവരും എങ്ങനെയാ മിസ്രൈമിൽ പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ എന്തായാലും മേഘത്തിന് കീഴായിരുന്നു വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴിലായിരുന്നു. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തുണ്ടായി ദൈവം തന്നെയാണ് അവരെ വഴി നടത്തിയത്. എന്നിട്ടും മേഘത്തിന് കീഴായിരുന്നു. എന്നിട്ട് അടുത്ത പറയുന്നത് അവിടെ എല്ലാവരും മേഘത്തിന് കീഴായി, എല്ലാവരും സമുദ്രത്തിൽ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റ് മോശയോട് ചേർന്നു. എന്ന് വെച്ചാൽ അവര് ചെങ്കടൽ കടന്നപ്പോ ഒരു സ്നാനത്തിന്റെ മുൻകുറി എന്നവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ അവര് ചെങ്കടൽ കടന്ന് സ്നാനമേറ്റു, മേഘത്തിലും സമുദ്രത്തിലൂടെ കടന്നു. അപ്പൊ മേഘത്തിന് കീഴിലായിരുന്നപ്പോ അതിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അപ്പൊ നമ്മൾ പുതിയ നിയമ വിശ്വാസം സ്നാനമേറ്റ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്ന പോലെ അവര് സമുദ്രത്തിലൂടെ കടന്ന് സ്നാനമേറ്റ് മേഘത്തിന് കീഴായിരുന്ന പരിശുദ്ധാത്മ സ്നാനം ഏറ്റുന്ന് തന്നെയാണ് പൗലോസോടെ പ്രസ്താവിക്കുന്നത്. അവിടെ പറയുന്ന ഹല്ലേലൂയ, മേഘത്തിലെ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോടുകൂടെ ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. നമ്മൾ കർത്താവിന്റെ മേശ എടുക്കാൻ പറയും ഇത് ഒരപ്പത്തിന്റെ അംശങ്ങളാകും നമ്മളെന്ന് പറയും. അതുകൊണ്ട് ഒരേ ആത്മീയ ആഹാരം, ഒരേ പാനീയം, വെള്ളം കുടിക്കുക. ഇവര് പറയുന്നത് വെള്ളം കുടിച്ച് ഹാലിൽ അതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ അപ്പോ വീഞ്ഞും എടുക്കുന്നത് പോലെ തന്നെയാണ് ഇവരും ഹാലിന്റെ അങ്ങനെ തന്നെയാണ് ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒരേ ആത്മീയ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കഴിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ഹാലിലെ ആ പാറ ക്രിസ്തു ആകുന്നു. ഹാലിൽ അവരെ അനുഗമിച്ച ഹാലിൽ അവരെ വഴി നടത്തല്ല കൊണ്ടുപോയ കൂടെ നടന്ന കത്ത ക്രിസ്തുവിൻ തന്നെയാണ് അവർ കുടിച്ചത്. ഹാലിൽ എന്നിട്ട് അവർ കുടിച്ചത് എങ്കിലും അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയെ തള്ളിയിട്ട് കളഞ്ഞെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാമായിട്ടും അവർ മിക്ക പേരും എന്നല്ല, ഭൂരിഭാഗം ഒന്നുമല്ല, 2 പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ, മരുഭൂമിയെ തള്ളിയിട്ട് കളഞ്ഞു. അവരിൽ ആരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ എന്തൊക്കെയാണ്? സ്നാനം ഉണ്ടായിരുന്നു, കർത്താവിന്റെ അപ്പം നുറുക്കുകയും എന്താ പറയാ
കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം എന്ന് പറഞ്ഞതുപോലെ അത് ചെയ്തു. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ അവർ നടന്നു. എങ്കിലും ഹാലേലൂയ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവർ മിക്കപ്പോഴും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തിയിൽ ഒരു ദൈവപ്രസാദം ഉണ്ടാകണം. ഹാലേലൂയ, ആമേ. അത് പ്രസാദിക്കാത്തത് ഉണ്ട് കരുതി അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കൽ എന്ന് ഞാൻ ആഗ്രഹം. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിയാതിരിക്കൽ. നമ്മൾ എപ്പോഴും പറയും, പലരും പറയും നമുക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി എന്ന് പറയും. ശരിയായിരിക്കും, പുതിയ നിയമത്തിലായാലും പുതിയ നിയമം മാത്രം. പക്ഷെ പഴയ നിയമം എന്തിനാ വെച്ചേക്കെന്ന് വെച്ചാൽ അത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഹാലേലൂയ, അവർക്ക് പറ്റിയ വീഴ്ചകൾ, അവർക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ അത് പഠിക്കണം. ഹാലേ, പഠിച്ചു കഴിഞ്ഞ് എന്തിനാ ഒരിക്കലും ഒരാൾ ചോദിച്ചു, ദാവീദിനെ കുറിച്ച് നിങ്ങളുടെ വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടില്ലേ? പോയി ദാവീദ് ചെയ്ത ഒരു മറ്റൊരാളെ ഭാര്യ അടിച്ചുകൊണ്ട് വന്ന കാര്യമൊക്കെ എഴുതി. അപ്പൊ ദൈവദാസൻ പറയും, ഇത് എഴുതി വെപ്പിച്ചത് ദൈവം തന്നെയല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന രാജാവായിട്ട് പോലും രാജാവിനെ പറ്റിയ തെറ്റ് രാജാവിടെ എടുത്ത് എഴുതിയതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ തെറ്റ് മനുഷ്യർക്ക് പറ്റും, പക്ഷെ ദൈവസന്നിധിയിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ക്ഷമിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയേക്കുന്നെന്ന് പറഞ്ഞു. എത്ര വലിയ അഭിഷിക്തനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ അധികാരസ്ഥനാന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് മനുഷ്യന് സ്വാഭാവികമായിട്ടും പാപം മനുഷ്യന്റെ നേരത്തെ പറയുന്ന ഇവിടെ നമ്മൾ നമ്മുടെ ജഡത്തിൽ പാപത്തിന്റെ അംശം ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദാമിയ പാപം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന് പാപം ചെയ്യാനുള്ള സ്വഭാവം നമ്മൾ ഉണ്ടാകും. അത് ഉണ്ടായാലും, പക്ഷെ അത് ചെയ്താലും ആ വഴിക്കൊക്കെ പോയെന്ന് പറയുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വീഴ്ച വന്നാലും ദൈവസന്നിധി പോയി നിലവിളിച്ചു കഴിഞ്ഞു. ദാവീദാണ് നമ്മൾ കാണുന്നത്, പോയി കടന്ന് നിലവിളിക്കുന്നത്. ഹാലേലൂയ. അപ്പൊ ആ നിലവിളിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ പാപക്ഷമ എന്നുള്ളത് ഉണ്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ അത് എഴുതി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്. ഇതിന്റെ വൃത്താന്ത പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് എഴുതി. കാരണം രാജാക്കന്മാരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കപ്പെടുന്ന ഓർമ്മ പുസ്തകമായിട്ട് അവിടെ ദാവീദ് രാജാവെന്ന് അത് എഴുതണ്ടാടെ എന്ന് പറഞ്ഞ് എഴുതത്തില്ലായിരുന്നു. പക്ഷെ ദൈവം അത് എഴുതിപ്പിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് ഓരോന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് പൗലോസിനൊപ്പം നിങ്ങൾ അത് അറിയാതെ പോകരുത്. കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ദൃഷ്ടാന്തം സംഭവിച്ചത് അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതൊക്കെ നമ്മളങ്ങ് നടന്ന ചില ആൾക്കാർക്കൊരു തോന്നലുണ്ട്. എന്നെ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ആർക്കും വീഴിക്കാൻ പറ്റത്തില്ല, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നമ്മളാണ് ഏറ്റവും വലിയ കെട്ടിയുള്ളത്. നമ്മൾ അത് മുന്നോട്ട് വരുമ്പോൾ ഓരോ സപ്പോസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അടുത്ത 6 തുടങ്ങി 10 വരെ നമുക്കുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? 6 മുതൽ 10 വരെ അത് വായിക്കും സാറേ. 6 വരെ 10 വരെ കൂടെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. ഹാലേലുയ. അവിടെ പറയുന്ന ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അവർ ചിലപ്പോൾ നിങ്ങൾ വിഗ്രഹം. അപ്പൊ ഇവിടെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എഴുതിയേക്കാം. എന്താ വെച്ചാ നമ്മളിത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ? ഹാലേലുയ. അത് സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകരുത്. അവര് ദുർമോഹികളായതുപോലെ നമ്മൾ ദുർമോഹികളാകരുത്. കാരണം എന്താ ദുർമോഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയായിട്ടല്ലാത്ത മോഹം. ശരിയായിട്ടല്ലാത്ത ദൈവഹിതമല്ലാത്ത എല്ലാ മോഹങ്ങളെയും നമ്മൾ ദുർമോഹമാക്കി കാണാം. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കണം വെച്ചാൽ
ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ച് ആയിരിക്കണം. ദൈവഹിതമില്ലാത്ത എന്ത് നമ്മളിലേക്ക് വന്നാലും അതിനെ ദുർമോഹം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹാലയില ഒരാൾ അപ്പുറത്തെ ഒരാൾ വലിയൊരു കാറ് വാങ്ങിച്ചപ്പോൾ നമുക്ക് അതേപോലെ കാറ് വേണം, അതിനെക്കാട്ടി വലുത് വേണമെന്ന് ആഗ്രഹിച്ച എന്താ അത്? അത്യാഗ്രഹം നമ്മൾ പറയല്ലേ? ഹാലയില അതിനെ പറയുന്നത് ഹാലയില. അതുപോലെ തന്നെ ഹാലയില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി മനസ്സിൽ ഹാലയില നമ്മളെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം, നിന്റെ സഹോദരനെ നീ മൂടാ എന്ന് വിളിച്ചാൽ, അല്ല ദുഷ്ട എന്ന് പറഞ്ഞാൽ, അല്ല അവനെ കുറിച്ച് ഹൃദയത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾ കൊലപാതകം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഓരോ ദിവസവും നമ്മൾ ഇവിടെ പറഞ്ഞ് നിങ്ങൾ പരസംഗം ചെയ്യലിൽ വ്യഭിചരിക്കരുത് ഇതൊക്കെ പറയും. എത്രയോ പേര് ഹാലയില്ല ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഹൃദയത്തിൽ ചിന്തിക്കുന്നില്ല, പുറത്തോട്ട് പറയുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഓരോ മോഹങ്ങൾ നമ്മളെപ്പോഴും ഹാലയില്ല നമ്മൾ വെറുതെ ഇരിക്കുന്ന മനസ്സിൽ ഐഡിയൽ മൈൻഡിന് ചെകുത്താന്റെ എന്താ പറയാ ഇതാന്ന് പറയാറുണ്ട് ഹാലേ. കാരണം വർഷോപ്പ് എന്ന് പറയട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തിച്ച് ഹാലയില് ഞാൻ പണ്ട് പറയാറുണ്ട്, എനിക്ക് പണ്ട് ഹാലയില് ജോലി കല്യാണത്തിന് മുമ്പ് എനിക്ക് തലവേന വരുമായിരുന്നു എപ്പോഴും. പിന്നെ പല്ലിന്ന് വായിന്ന് ബ്ലഡ് വരുമായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് ബ്രെയിൻ ട്യൂമർ ആണ് ഹാലയില്. കാരണം വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രെയിൻ ട്യൂമർ ഉള്ളവർക്ക് മോണയെന്നൊക്കെ ബ്ലഡ് പൊട്ടി വായിലൊക്കെ ബ്ലഡ് നിറയുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് വായിൽ ഫുള്ളങ്ങ് ബ്ലഡ് നിറയുന്നത് അതുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത് ബ്രെയിൻ ട്യൂമർ ആണെന്നാ പിന്നെ പെട്ടെന്ന് അധികം നാൾ ജീവിച്ചത്. അപ്പൊ ഞാൻ പാവമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ മരിച്ചത് പെട്ടികത്താക്കുന്നതൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളങ്ങ് ഉറപ്പിച്ച് ഹാലയില്ല. പക്ഷേ അത് പിന്നീട് ഞങ്ങളുടെ ഓഫീസുള്ള ചേട്ടന്റെ അടുത്തൊരു ഭയങ്കര നല്ല മിടുക്കനായ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്. പുള്ളി പറഞ്ഞു അത് നമ്മുടെ ഈ മോണയിൽ കുറെ വെയിൻസ് ഉണ്ട്, ഒരുപാട് വെയിൻസ് ഉണ്ട്. അല്ല കുറച്ച് കൊച്ചു വെയിൻസ് ഹാലയില്ല, അത് ഇടയ്ക്ക് ബ്രേക്ക് ആകുന്നുണ്ട് എന്റെ വായന്ന് ഹാലയില്ല. അത് നല്ലതല്ല. അത് കാരണം വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫുള്ള് മോണയൊക്കെ പൊട്ടി പഴുത്ത് ഇത് പല്ലുകളൊക്കെ ഇടന്നു അങ്ങനെ ഒരു ഇതിലേക്ക് വരും അത്. പക്ഷേ അതേ ഒരു ആയുർവേദ മരുന്ന് തന്നതോടെ അത് പോവുകയും ചെയ്തു. അപ്പൊ എന്നിട്ട് അറിഞ്ഞത് ആ ചേട്ടൻ തന്നെ ഞങ്ങൾ പറയുന്നത് ഇവള് ചിന്തിച്ച് ബ്രെയിൻ ട്യൂമർ അതാ ചിന്തിച്ച് വെച്ചേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ചത്തു അതുപോലെ നടക്കുക. അപ്പൊ ഇത് എന്താ വെച്ചാൽ നമ്മുടെ മനോഭാവം മനസ്സിലായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഹാലയില്ല മനസ്സിൽ ഉണ്ടാകുന്ന ആ സങ്കല്പങ്ങളൊക്കെ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായിട്ടാണ് വ്യാപരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ദുർമോഹം എന്ന് പറയാൻ പറ്റും. പിന്നെന്താ ഒരാളുടെ പൊസിഷൻ കാണാൻ ഇവിടെ എല്ലാവരും ഇപ്പോഴും അവർ തർക്കിച്ചെന്ന ഒരു കാര്യം, ഭയങ്കരമായിട്ടൊരു കാര്യം എന്താ പറയാ, മോശയോട് മാത്രം ദൈവം സംസാരിക്കത്തുള്ളൂ, മോശയെ മാത്രം ദൈവം എടുത്തിട്ടുള്ളൂ, മോശ മാത്രമുള്ളൂ ഞങ്ങൾക്ക് എന്നുള്ള ഹാലയിൽ അവിടെ അധികാരത്തിന് വേണ്ടിയുള്ള ചില വടംവലി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടു മുഖ്യമന്ത്രി സ്ഥാനം വന്നപ്പോഴത്തേന് 3 പേര് കിടന്ന് വടംവലിക്കുമായിരുന്നു. എന്താ പറയാ, എന്താ അത് ദുർമോഹമാ. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് ശരിക്കും നല്ലത് അല്ലേ? എനിക്ക് വേണം നമ്മൾ പിടിച്ചെടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഓക്കെ എടുത്തോ എന്ന് പറയുന്നതാണ് നല്ല സ്വഭാവം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ദുർമോഹമായത് കൊണ്ട് അതൊക്കെ കിടന്ന് ഇങ്ങനെ കസേരയ്ക്ക് പിടി വടംവലി പിടിവലി കൂട്ടുന്നതൊക്കെ ഹാലൂയ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന ദുർമോഹികൾ. അവരെയൊക്കെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നത് അവര് ദുർമോഹികളായിരുന്നത് കൊണ്ട് നമ്മൾ എന്താ പറയുക ദുർമോഹികൾ ആകാതിരിക്കണം. അവിടെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം, അത് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന കേട്ടോ. അത് എഴുതിയിരിക്കുന്ന പ്രകാരം അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധികൾ ആകരുത്. എന്താ പറയാ, നമ്മൾ അടുത്ത് പറയുന്നത് നമ്മൾ വിഗ്രഹ ആരാധികൾ. ഞങ്ങളുടെ വീട്ടിലൊന്നും വിഗ്രഹമൊന്നുമില്ല സിസ്റ്റർ എന്ന് പറയും. പക്ഷേ ഹൃദയത്തിൽ ഹാലലിയ നമ്മൾ പറയുന്ന ദൈവത്തിനെക്കാട്ടി ഉപരിയായിട്ട് എന്തിനു നമ്മൾ സ്ഥാനം കൊടുത്താലും അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമാണ്. ചില ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷ ഒരു വിഗ്രഹമാണ്. കാരണം അവിടെ ഇവിടെ ഓടി നടന്ന് ചെയ്ത് ദൈവത്തിന് വേണ്ടി അല്ലേ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ പറയും ഇത് ഞാൻ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഇടയ്ക്കെങ്കിലും എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇരിക്കാൻ പോലും സമയമില്ലാതെ ഓടി നടക്കുന്നില്ല. ചില ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞത് ചിലർക്ക് പഠിക്കുന്നത് വിഗ്രഹമാണ്, വിദ്യാഭ്യാസം. കാരണം വെച്ചാൽ 24 മണിക്കൂർ ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവിടെ അവളുടെ ഞങ്ങളുടെ ചില പിള്ളേരുണ്ടായിരുന്നു. ഇപ്പൊ
അവളെ കളിയാക്കി, അവള് പുസ്തകം വിടുവാന്ന് പറയായിരുന്നു അവര്. കാരണം വെച്ചാൽ എപ്പോ നോക്കിയാലും അവള് പഠിത്തം പുസ്തകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ കാരണം അത് അതൊരു വിഗ്രഹമാ. കാരണം എന്താ വെച്ചാ എനിക്ക് അത് ചില ആൾക്കാർക്ക് ജോലി ഒരു വിഗ്രഹമാണ്. കാരണം എപ്പോ ചെന്നാലും ജോലി ജോലി ജോലി, അതിനെക്കുറിച്ച് അവിടെ നാളെ അത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു വിഗ്രഹമായി മാറും. ഇങ്ങനെ നമ്മൾ എന്ത് നമ്മള് ദൈവത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ കാട്ടി ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ മറ്റെന്തിനെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും, ചിലപ്പോൾ ചില ഹസ്ബൻഡിനോടോ ആയിരിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും. പല ആൾക്കാർക്കും കുഞ്ഞുങ്ങൾ ഭയങ്കര വിഗ്രഹമാണ് അല്ലേ? കുഞ്ഞുങ്ങൾക്കൊരു മൂക്കിപ്പനി വന്നാൽ പിന്നെ ചർച്ചും വേണ്ട, ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. ആരാ വിഗ്രഹം? ഇപ്പാടെ പറയും കൊച്ചിന് പനിയല്ലേ, പനിയുള്ള കൊച്ചിനെ കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് പനി വരത്തില്ലയോ, അതുകൊണ്ട് വരാത്തെന്ന് പറയും. കോവിഡിന് ശേഷം അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയല്ലേ, അല്ലേ? അതുകൊണ്ടാണോ പോകാത്തത്? കൊച്ചു കുഞ്ഞുങ്ങളുള്ള ആരും നമ്മുടെ കൂട്ടത്തിലില്ല, അല്ലെങ്കിൽ ചോദിക്കുക. വിഗ്രഹമാ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ അമ്മ അവർക്ക് സ്കൂളിലൊരു കാര്യം ഉണ്ടെങ്കിൽ, അവർക്കൊരു ട്യൂഷൻ ഉണ്ടെങ്കിൽ, ട്യൂഷൻ എത്ര ആൾക്കാർ സഭ ആരാധനയ്ക്ക് പോലും കുഞ്ഞുങ്ങളെ വിടാതെ ട്യൂഷന് വിടുന്നുണ്ട്. പഠിക്കാൻ ജ്ഞാനം കൊടുത്ത ദൈവമാണെങ്കിൽ, നീ ദൈവത്തിന്റെ ആരാധനയെ വിട്ടിട്ട് നീ കുഞ്ഞിനെ ട്യൂഷന് വിട്ടത് കൊണ്ട് നിനക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഞായറാഴ്ച ദിവസം സഭാരാധന വേണ്ട, ട്യൂഷൻ മതി. നല്ലതാണോ ചിത്തയാണോ? വിഗ്രഹമാണ് അവരുടെ വിദ്യാഭ്യാസം. അവരുടെ കുഞ്ഞുങ്ങൾ വിഗ്രഹമായതുകൊണ്ട് അത് ചെയ്യുന്നത്. കാരണം ദൈവത്തെക്കാട്ടി ഉപരി അവർക്ക് വിഗ്രഹത്തെ. ചില ആൾക്കാർക്ക് ജോലി, ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച കൂടെ അവിടെ പോകണം എന്നും പറഞ്ഞ് അപ്പൊ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ദുബായ് വന്നൊരു കൊച്ചൻ, യഹോവ സാക്ഷികളാ, ക്രിസ്ത്യാനി വിശ്വാസികൾ പോലും അല്ല, യഹോവ സാക്ഷി. എന്നിട്ട് അവന് ജോലി കിട്ടപ്പോ പറഞ്ഞു വെള്ളിയാഴ്ച വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച നമ്മക്കൂടെ സവാരല്ലെന്ന്, വെള്ളിയാഴ്ച എനിക്ക് ചർച്ചിൽ പോകണം, അന്നത്തെ ഒന്നും ജോലിയായിരുന്നു, എനിക്ക് ജോലി വേണ്ടെന്ന്. ജോലി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവന് നല്ലൊരു ജോലി ഞാനാ ശരിയാക്കി കൊടുത്തത്. കാരണം അപ്പൊ അത് പറയാനൊരു ധൈര്യം കാണിക്കുന്നത് എത്ര വിശ്വാസികൾക്കുണ്ടത്. ഞായറാഴ്ച ദിവസം ദൈവത്തിന് കടപ്പെട്ട ദിവസമാണ്. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം, അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് വരാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ജോലി വേണ്ട എന്ന് പറയാനായിട്ട് ഗട്സ് കാണിക്കുന്ന എത്ര പേരുണ്ട്? ഹാലലൂയ, സ്തോത്രം. അപ്പൊ എന്താ, അവർക്ക് ജോലി വിഗ്രഹമാണ്. ഹാലലൂയ. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നമ്മള് രൂപം ഉണ്ടാക്കി ബിംബം ഉണ്ടാക്കി കൊണ്ടുവച്ച് ആരാധിക്കുന്ന മാത്രമല്ല വിഗ്രഹാരാധന. ഇവിടെ പറഞ്ഞ വിഗ്രഹാരാധനകൾ അടുത്ത് പറയുന്നത് ആകരുത്. അവർ ചില പരസംഗം ചെയ്ത് ഒരു ദിവസം 23,000 പേർ വീണു പോയത് നാം പരസംഗം ചെയ്യരുത്. എന്താ പരസംഗം? അവിടെ അന്യജാതിക്കാരുമായിട്ട് ഇടകലർന്നവര്, ഹാലലൂയ, ആമേ, അവര് അവരുടെ ആൾക്കാരെന്ന് വിവാഹം കഴിച്ചു. അപ്പം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ ജനത്തിൽ നിന്ന് ഇടയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ദൈവത്തിന്റെ നിയമം അത്. പലരും അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് പോകും. അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് പോകും. ചിലരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് കല്യാണം കഴിക്കും. കാരണം വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞ, ഇപ്പൊ വിശ്വാസി എന്നാ കല്യാണം കഴിക്കാൻ വേണ്ടി. അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കല്യാണങ്ങളാണേ. അവിടെയൊക്കെ അതിന് പറയുന്ന ദൈവം പറയുന്ന പേര് പരസംഗം എന്നാ പറയുന്നത്. കാരണം ദൈവ മക്കളല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ഇണയില്ലാ പിണ നിങ്ങൾ കൂടരുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ നമ്മളുടെ ബന്ധങ്ങളെല്ലാം നമ്മൾ നോക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ വേർപെട്ടു പോയല്ല പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ അവന്റെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല എഴുതിയേക്കുന്നത്. അപ്പൊ ജാതികളുമായി പരസംഗം ചെയ്യുന്നതിന് അതിനെക്കാട്ടി എന്ത് ദോഷമാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം ദൈവത്തിന് ഇഷ്ടം, ദൈവത്തിന് അങ്ങനെ 23,000 പേര് ആ ഒരൊറ്റ കാരണത്താൽ അവർ മരിച്ചു. ഓർമ്മയുണ്ട് അതിനകത്ത് ഒരു പുരോഹിതന്റെ പങ്കം വന്ന് കുന്തം എടുത്ത് ഒരാളെ കുത്തിക്കൊന്ന് അങ്ങനെ കഴിഞ്ഞപ്പോഴാ പാദം വിട്ടുമാറിയത്. അതുപോലെ ആൾക്കാരും മരിക്കുന്നതൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കോപമാണ്, ദൈവത്തിന്റെ ജനമല്ല. ദൈവം പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ് അത്. കാരണം ദൈവം പറഞ്ഞേക്കുന്ന ചില കാര്യം നിങ്ങൾ അരുതി എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഞാൻ ബാക്കിയെല്ലാം ആണ്, പക്ഷേല് ഞാന് എനിക്ക് മറ്റൊരു ജാതി എന്നൊരാളുമായിട്ടാണ് ഭയങ്കര എനിക്ക് എന്റെ മക്കൾക്ക് സ്നേഹം. അതുകൊണ്ട് ഞങ്ങള് അവര് കല്യാണം ചിലപ്പോൾ അത് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലോ എന്നൊക്കെ പറയും. പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന മെന്റാലിറ്റി നമ്മൾ കൊണ്ട്, പക്ഷെ അതൊരിക്കലും നല്ലതല്ല.
എന്താ അവിടെ എന്തുകൊണ്ടാ അവര് കോംപ്രമൈസ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാ? മക്കള് വിഗ്രഹമായതുകൊണ്ടാ. ദൈവത്തെക്കാട്ടി ഉപരിയായിട്ട് മക്കൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. മക്കൾ കൊണ്ടുപോകും, ഇത് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് അല്ല അപ്പ എനിക്കിത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ കല്യാണം നടത്തി തരാം. ആ ശരി മക്കളെ, കല്യാണം നടത്തി തരാന്ന് പറയുന്നത് കാരണം എന്താ? ദൈവത്തിന്റെ പ്രമാണത്തിന് അപ്പുറത്തേക്ക് ഇവർ ചിന്തിക്കുന്നെങ്കിൽ അമ്മ ദൈവത്തെക്കാട്ടി ഉപരിയായ ഒരു മക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ എന്റെ മോളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുകൊണ്ട് വരില്ല. കാരണം വെച്ചാ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമാണ്. അല്ലെ, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് പബ്ലിക്കായിട്ട് തന്നെ പറയാം, ഇഷ്ടത്തിന് വിപരീതമായിട്ട് എന്തുകൊണ്ട് വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, താമസ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം. ഇതിന് ഹല്ലേലൂയ ഒരു ചില ഈ ഭയങ്കര സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വന്ന സമയത്ത് പ്രാർത്ഥിച്ച കാര്യവും ഒക്കെ. കാരണം എന്താ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ആരായിരിക്കണമെന്ന് ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നേടാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം അവരെ കൂട്ടുക, ദൈവത്തിന് വേണ്ടി നേടാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹല്ലേലൂയ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക്. നമ്മുടെ ഇസ്രായേൽ ജനം തെറ്റിപ്പോയത് എവിടെയാണെന്ന് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബിലയാമിനെ വിളിച്ചോണ്ട് വന്നു ദൈവം, എന്താ പറയാ, ബാരാക്ക് വിളിച്ചോണ്ട് വന്നു എന്തിനാ? ദൈവത്തിന്റെ ജനത്തെ ശപിക്കാനായിട്ട്. ബിലയാം ശപിക്കാൻ നോക്കിയിട്ടൊന്നും ശാപം വായിന്ന് വരുന്ന അനുഗ്രഹം വരുന്നത്. പക്ഷേ അവിടെ ലാസ്റ്റ് 22-ാം അധ്യായത്തിന് എൻഡിലെത്തുമ്പോൾ എഴുതിയിരിക്കുന്ന ബിലയാമിന്റെ വഴിക്കും ബാരാക്ക് ബാരാക്കിന്റെ വഴിക്കും വന്നത്. പക്ഷെ 23-ാം അധ്യായം തുടങ്ങുമ്പോൾ എഴുതിയിട്ടുണ്ട് അവർ ഹലയെടുക്കാം. സിസ്റ്റർ ഭാഗം സംഖ്യാപുസ്തകം പറഞ്ഞു വന്നപ്പോ ദൈവം ഓർപ്പിച്ചോണെങ്കിൽ പറയുന്നതാ. 23-ാം അധ്യായം എനിക്ക് തോന്നുന്നുണ്ട്. 23-ാം അധ്യായം 23-ാം അധ്യായത്തിന് തുടക്കം ഒന്ന് വായിച്ചു. അനന്തരം ബിലയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയും 7 25-ാം അധ്യായത്തിന്റെ തുടക്കം 24-ന്റെ അവസാനം 24-ന്റെ അവസാനം 25-ാം വാക്യം വായിച്ചതിന് ശേഷം 25-ന്റെ ഒന്നുകൂടെ വായിക്കും. അതിന് 24-ന്റെ 25-ാം വാക്യം. അതിന്റെ ശേഷം ബിലയാം പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി, ബാലാക്കും തന്റെ വഴിക്ക് പോയി. 25-ന് ഒന്നുകൂടെ വായിച്ചേ. ഇസ്രയേൽ ഷിറ്റിമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പേരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്, ജനത്തിന്റെ തലവന്മാരെ ഒക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയുക എന്ന് കൽപ്പിച്ചു. മോശെ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ആളുകൾ ബാൽ പേരിനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാൺകെ ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു. ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെ ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ബാലാക്ക് എന്തൊക്കെ പണി ചെയ്ത് യാഗം എല്ലാം നോക്കിയിട്ട് ശപിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേങ്കില് ലാസ്റ്റ് നമ്മൾ വായിച്ചപ്പോ ബാലാക്കിന്റെ വഴിക്ക് ബിലയാമിന്റെ വഴിക്കും പോകുന്നത്. പക്ഷേ പോകുന്നതിന് മുമ്പ് ബിലയാം ബാരാക്കിന് ഉപദേശിച്ചു കൊടുത്തു, ഇവരെ ദൈവത്തിന്റെ ശാപത്തിന് കീഴാക്കാൻ വേണ്ടി പറ്റി എങ്ങനെയാന്ന് വെച്ചാ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആ 25-ാം അധ്യായം തുടങ്ങിയപ്പോ ഇത് നമുക്ക് എവിടെ വെച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം വാക്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്നിട്ട് ഇസ്രായേൽ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. എന്താ ചെയ്തവര്?
മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ജാതികളോടുകൂടി ഇടകലരാൻ തുടങ്ങി. അടുത്ത പറയുന്നത് ആമേൻ, അവിടെ പറയുന്നത് അവർ ജനത്തെ തങ്ങളെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവിടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ചില നിങ്ങളൊന്ന് വന്നാ മതി, നിന്നാ മതി, കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അവിടെ ചെന്ന് അവരുമായി ചേർന്ന് ഹാലേലിയ അതൊക്കെ ഭക്ഷിക്കാനും അവരെ നമ്മൾ പറയും സുഹൃത്തുക്കളുടെ കൂടെ പോകും. അവര് തരുന്നത് നമ്മളെങ്ങനെ അവിടെ ചെന്നിരിക്കുക, നമ്മൾ മാത്രം കഴിക്കാതിരിക്കുന്ന എങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങും. ഹാലേലുയ. അങ്ങനെ ഓരോന്ന് ചെയ്ത് 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 എന്താണെന്ന് വെച്ചാ അവിടെ പറയുന്നത് യഹോവയുടെ കോപം ഇസ്രായേൽ നേരെ ജ്വലിച്ചു. അപ്പൊ ദൈവത്തിന്റെ കോപം ഇന്ന് നമ്മുടെ നേരെയും ജ്വലിക്കാതിരിക്കാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണത്? ദൈവഹിതമല്ലാത്ത ഒന്നും ചെയ്യരുത്. റെവലേഷൻസ് 2:14 വായിക്കുക സിസ്റ്റർ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ആമേൻ, സ്തോത്രം. ഇവിടെ ബാലാക്കിന് വഴിക്കും ബിലയാമിന്റെ വഴിക്കും പോകുന്ന എഴുതിയേക്കുന്നത്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ഉപദേശിച്ചു കൊടുത്തിട്ട് എന്തിനാ? ഇസ്രായേൽ മക്കൾ വിഗ്രഹ അർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ഉപദേശിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പം ചില ഉപദേശങ്ങൾ നമ്മുടെ ഇടയിലേക്ക് പിശാച് അയക്കുന്നത്. ചിലപ്പോ പറയും നമ്മുടെ മക്കളൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും വിശ്വാസികളാണെന്ന് നിർബന്ധം പിടിക്കുന്നതാ. ഞങ്ങൾ പോകുന്നിടത്ത് അവർ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരോട് നമ്മൾ ഇടകലണ്ടേ, മറ്റുള്ളവരോട് കൂട്ടുകൂടണ്ടേ, മറ്റുള്ളവരുടെ ഭവന സന്ദർശനത്തിന് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ഇതെന്താന്ന് വെച്ചാൽ പിശാചിന്റെ ഉപദേശമാണ്. ഹാലേലിയ. എന്തിനാ? ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവരെ ശാപത്തിന് കീഴാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപദേശിച്ചു കൊടുത്ത ഉപദേശമാണ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി നമ്മളിപ്പോ പറഞ്ഞു പോയ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാ വരുന്നതെന്നുള്ള. അപ്പൊ അവിടെ പറയും ചില വിഗ്രഹാദിയുടെ അവർ നിങ്ങൾ പരസംഗം ചെയ്ത് ഒരു ദിവസം 23,000 പേർ വീണുപോയത് നാം പരസംഗം ചെയ്യരുത്. അവിടെ നമ്മൾ കണ്ട പുറപ്പാട് സംഖ്യാപുസ്തകത്തിൽ വായിച്ച പരസംഗം ചെയ്തിട്ട് ആൾക്കാർ എത്ര പേരെ നശിച്ചു പോയിരുന്നു. അതുപോലെ നിങ്ങൾ ആകരുത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാകും നമ്മുടെ ശരീരം. ആ മന്ദിരം എന്താ പറയാ അവിടെ ജാതികളുമായിട്ട് നിങ്ങൾ ഇണയെല്ലാപ്പിണ കൂടരുത്. നമ്മൾ നമുക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ദൈവം വലിയ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല. പക്ഷെ മന്ദിരത്തെ അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കും. അപ്പം പലപ്പോഴും പല രോഗങ്ങളായിട്ട് പല ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മള് പണ്ടൊരിക്കൽ എന്റെ മോള് തന്നെ എന്നോട് ചോദിച്ചു, എന്നെ അനിയത്തി വിശ്വാസം വന്നിട്ട് പിന്മാറിപ്പോയതാ. അങ്ങനെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു അവരുടെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് പാലിക്കാൻ പറ്റാറില്ല. നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഫുഡ് വിളമ്പുന്ന സമയത്ത് നമുക്ക് അവരുടെ കൂടെ ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മളോട് ദൈവം പറഞ്ഞ കൽപ്പന പോലെ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഇതൊക്കെ നമുക്ക് പാലിക്കാൻ വേണ്ടി വചനത്തിനോട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ മക്കളായതുകൊണ്ടോ സഹോദരങ്ങളായതുകൊണ്ടോ മറ്റു ബന്ധുക്കളായതുകൊണ്ടോ അതിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയുള്ളവരുമായി നമ്മൾ അങ്ങനെ കഴിക്കാൻ പോലും പാടില്ലെന്ന് എഴുതിയേക്കുന്നത്. പലപ്പോഴും പല വിശ്വാസികളും വിശ്വാസ ജീവിതം വിട്ട് മാറിപ്പോയിട്ട് പിന്മാറ്റത്തിൽ പോയിട്ട് പാസ്റ്റർമാർ ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും. ചെയ്തിട്ട് അവർ പറയുന്നത് എന്താ? ഇവർ മടക്കി കൊണ്ടുവരാൻ പോകുന്നത്. മടക്കി കൊണ്ടുവരുമ്പോ നല്ല കാര്യം തന്നെ, നീളപ്പോയി ശുശ്രൂഷിച്ച് പോകുന്നു. പക്ഷേ അവർ കൊടുക്കുന്ന കൈ കൊടുക്കുന്ന നന്മ വാങ്ങിക്കൊണ്ട് പോരാൻ പാടില്ല. മനസ്സിലായില്ലേ? അവിടുന്ന് കൊടുക്കുന്ന സ്നേഹസദ്യ കഴിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെയാണ് ദൈവത്തിന്റെ വചനം വെച്ച് നോക്കണം. നമുക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ന് ചെയ്യുന്നില്ലേ? ചിലര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇപ്പോഴും പോകുന്ന പഴയ സഭയില മെമ്പർ തന്നെ, അവിടുത്തെ മെമ്പർഷിപ്പ് വെട്ടിയിട്ടില്ല. വായിച്ചേടെ പാസ്റ്റർക്ക് പറഞ്ഞിടക്ക് ചിലരോടൊക്കെ എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞു അപ്പൊ പറയും, പാസ്റ്ററെ ഞങ്ങളുടെ അവിടുത്തെ മെമ്പർഷിപ്പ് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, അത് വെട്ടിയിട്ടില്ല. എന്താ ഒരു ഭീഷണിയാ. കാരണം വെച്ചാ ഇനി വല്ല അധികം പറ്റി പറഞ്ഞാ ഞങ്ങൾ അങ്ങ് തിരിച്ചു പോകുന്നുള്ളതിന്റെ ധ്വനിയാണ്.
അതല്ല, നമ്മളെ കാലം എല്ലാം വിട്ട് തന്നെ വന്നേക്കുക. ആമേ, വിട്ട് പോകുന്നതിനെ ഒന്നും തിരിഞ്ഞു നോക്കരുത്. ഹാലല്ലേ, അങ്ങോട്ട് പോകണമെന്ന് ചിന്ത ആരെ ഹൃദയത്തിൽ വരരുത്. അല്ലെ, നിന്നെ എന്തിനാ ദൈവം വിളിച്ച് രക്ഷിക്കപ്പെട്ട് ആമെ സ്നാനപ്പെടുത്തി ആമെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുക? വീണ്ടും പഴയതിലേക്ക് നായെ പോലെ, ഹാല ഛർദ്ദിക്ക് തിരിയുന്ന നായെ പോലെ, ഹാലെ കുളിച്ചിട്ട് ആമെ ചെളിയിലേക്ക് പോകുന്ന പന്നിയെ പോലെ പോകാൻ വേണ്ടിയിട്ട് അല്ലെന്നേ. അങ്ങനെയാ നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതിൽ തന്നെ കടന്നാൽ മതിയായിരുന്നു. ഹാലെ, വീണ്ടും അങ്ങോട്ട് പോകുന്നവരെ കുറിച്ച് അങ്ങനെയാ വചനത്തിൽ പറഞ്ഞേക്കാം, അല്ലേ? അങ്ങനെയല്ല, ശബ്ദിക്ക് തിരിയുന്ന നായെന്ന് തന്നെ പറഞ്ഞേക്കുന്ന. വീണ്ടും ഹാലേലിയ അവൻ ജാതി അന്വേഷിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഹാലം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ വേണ്ടായിരുന്നു, നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു തന്നെ ദൈവം പറഞ്ഞേക്കുന്നത്. അത് ഇവിടെ പറയുന്നത് ഹാലെ, പരസംഗം ചെയ്ത് ഒരു ദിവസം 23,000 പേർ വീട് പോലെ നാം പരസംഗം ചെയ്ത് അവർ ചില പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോൽ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത് പരീക്ഷിച്ചിട്ട് നമുക്കറിയാം, പിന്നെ ആ അഗ്നി സർപ്പം ഹാലയിലെ വന്നത്, അതിനെ പിത്തള സർപ്പത്തെ മോശ ഉയർത്തി അവരെ രക്ഷിച്ച അതെല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ദൈവർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പൊ ദൈവത്തെ നമ്മൾ പല പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്ത് കർത്താവെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ മോളെപ്പോഴും ഹാലയില എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ യേശപ്പച്ച ക്ഷമിക്കണേ, ഇനി ഞാൻ നല്ല കുട്ടി ആയിക്കൊള്ളാവേ എന്ന് പറയും. വീണ്ടും ഹാലയില കുറച്ച് കഴിയുമ്പോ വീണ്ടും എന്തെങ്കിലും കാര്യം കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചൊക്കെ പിന്നെയും പറയും. പക്ഷെ അങ്ങനെ കർത്താവിനെ പരീക്ഷിക്കരുത് നമ്മൾ. ഹാലൂയ, എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. അതുപോലെ ചില പിറുപെടുത്ത് സംഹാരം നശിച്ചു നിങ്ങൾ പിറുപിറുക്കുകയും വരുന്നത്. എന്താ പറയാ? പിറുപിറുക്കും. എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഒന്ന് ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കർത്താവെ നീ എന്നെ അറിയുന്നില്ലേ, കാണുന്നില്ലേ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്നെ ആർക്കും വേണ്ടായോ, ഇതൊക്കെ ചോദിക്കാറല്ലേ. എന്നോട് മാത്രം എന്താ ഇങ്ങനെ, അല്ലെ? എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം എന്താ മറുപടി തരാത്തത്? ഇതൊക്കെ നമ്മൾ പറയുന്നത് പിറുപിറുപ്പാന്നേ. അവര് മോശയ്ക്കും ദൈവത്തിന് വിരോധമായി പിറുപിറുത്തത്, നമ്മൾ ഇന്ന് ദൈവത്തോട് തന്നെ പിറുപിറുത്തോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ നോക്ക്, ബന്ധുക്കളെ നോക്ക്, എന്നെ മാത്രം എന്താ ഇങ്ങനെ ഇട്ടേക്കുന്ന, ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലേ. എനിക്ക് മാത്രം എന്താ ഈ കഷ്ടത, എനിക്ക് മാത്രം എന്താ ഈ ഒറ്റപ്പെടൽ, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പിറുപിറുപ്പ് തന്നെയാണ്. അല്ലെ, ഇവിടെ പിറുപിറുത്തത് പോലെ സംഹാരം നശിച്ചു നിങ്ങൾ പിറുപിറുക്കരുത്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഹാലയിൽ എന്തിനു വേണ്ടി എഴുതിയത്? ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. 11, 12 വാക്യത്തിൽ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തി നമുക്ക് ബുദ്ധി ഉപദേശത്തിലായിട്ട് എഴുതിയിരിക്കുന്നു. അത് അവരുടെ കൺമുമ്പിൽ കാണുന്ന പോലെ സംഭവിച്ചെങ്കിൽ നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായിട്ട്, എന്തിനാ ഇത് നോക്കി നീ പഠിച്ചോണം. ഇതൊരു പാഠമാണ്. പാഠപുസ്തകം നമ്മൾ പഠിക്കുന്നത് എന്തിനാ? പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടി ജയിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അതുപോലെ അപ്ലൈ ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ദൃഷ്ടാന്തമായി ബുദ്ധി ഉപദേശത്തിൽ നമുക്ക് എഴുതിയിരിക്കും. അവർക്ക് ദൃഷ്ടാന്തമായി നമുക്ക് ബുദ്ധി ഉപദേശം. ഇത്രയും കാര്യം കേട്ടപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ മാറ്റാനുണ്ടെന്നൊന്ന് ചിന്തിച്ചോണം. നമ്മുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കിടക്കുന്നെങ്കിൽ അതിലേക്ക് എടുത്ത് കളയണം. കാരണം ദൈവം വീണ്ടും നമുക്ക് ബുദ്ധി ഉപദേശം തരുവാ. നീ ഇതൊക്കെ വിട്ടുമാറണമെന്ന്. അതുപോലെ ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നും, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഒരു തോന്നലുണ്ട്, എന്താ പറയാ, എന്നെ ആർക്കും വീഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, എനിക്ക് ഭയങ്കര വിൽ പവർ ആണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം വെച്ചാ ദാവീദ് ഈ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ദാവീദ് ഒറ്റപ്പാവിൽ കയറി ഹാലേലിയ ഒന്ന് പുറത്തൊക്കെ നോക്കി നിന്നതേ. പക്ഷേ ആ ഒരു നോട്ടം ദാവീദിനെ വലിയ പാപം ചെയ്യാനായിട്ട് ഇടയാക്കി കളഞ്ഞു. അതിനകത്ത് എനിക്ക് യോസഫിനെയാണ് എനിക്കിഷ്ടം. കാരണം വെച്ചാൽ പാവത്തിന്റെ അടുത്തുനിന്ന് യോസഫ് എന്ത് ചെയ്താൽ ഓടിപ്പോയി കളഞ്ഞു. യോസഫിന് മനസ്സിലായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കീഴ്പ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഓടി മാറണം. നമ്മുടെ ചിന്ത എന്നെ ആർക്കും വീഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ വീണു പോകും. അവിടെ നിന്ന് അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. പാപത്തിന്റെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നേരെ അറ്റാക്കുകൾ വരുന്ന സമയത്ത് അതുപോലൊരു കാര്യം വന്നാൽ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബലമൊന്നും കാണിക്കാൻ നിൽക്കണം. നേരെ യോസഫിന്റെ വഴിയും വിടുക, നേരെ അവിടെ ഓടി മാറിയേക്കുക. ചില ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ നല്ലതല്ലെന്ന് തോന്നിക്കുക, നമ്മൾ പയ്യെ സ്കൂട്ടായേക്കുക. അവിടെ തർക്കിക്കാനും വാദിക്കാനൊന്നും പോണ്ട, ആ ഭാഗത്ത് നേരെ വിട്ടേക്കുക. അല്ലേ? അത് തന്നെ നല്ലത്. ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആകയാൽ താൻ നിൽക്കുന്നതും വീഴാതിരിപ്പാൻ നോക്കണം. അപ്പൊ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് വിട്ട് കളഞ്ഞേക്കണം. ആത്മമായ അധിക വിശ്വാസം എന്താ, നമ്മളെ കുറിച്ചുള്ള സെൽഫ് കോൺഫിഡൻസ് അത് ഓവർ ആകരുത്.
ചിലത് എനിക്കും ഭയങ്കര ബിൽപ്പാണ്, എന്റെ മുമ്പ് എന്നെ ആർക്കും വീഴിക്കാൻ പറ്റത്തില്ല, എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല ഇത് പറഞ്ഞ അവര് നമ്മളോട് പരീക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും വേണ്ട, അവിടെ നിന്ന് മാറി നടന്നോളൂ. കാരണം വീഴാതിരിക്കുക എന്താ വെച്ചാൽ വീട് പോയിട്ട് കൈയും കാലിട്ട് അടിക്കാനല്ല ഇവിടെ ദൈവം പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം ഞാൻ പറഞ്ഞത് എന്തിനാച്ചാ ചെന്ന് വീഴാതിരിക്കാൻ. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്നിട്ട് അടുത്ത 13-ാം വാക്യം ദൈവത്തിന്റെ ഒരു വാഗ്ദാനം, ഒരു ഉറപ്പും ഒരു ആശ്വാസം ഒക്കെ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒന്ന്, പ്രലോഭനങ്ങൾ എല്ലാവർക്കും സാധാരണയായിട്ട് നമുക്ക് വരും. പക്ഷേങ്കില് ഹല്ലേലൂയ, അതിനെ എല്ലാം അഭിമുഖീകരിക്കാൻ ദൈവം ദൈവം നമുക്കൊരു ശക്തിയും കൂടെ തന്നിട്ടുണ്ട്. അല്ലെ, പ്രലോഭനങ്ങൾ വരാതെ എനിക്ക് ഒരിക്കലും പ്രലോഭനം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? അല്ല, പരീക്ഷ വേണ്ട എന്ന് പറയാൻ പറ്റുമോ? പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പരീക്ഷ എഴുതിയാണ് പഠിച്ചു വന്നത്. പക്ഷേല് അത് നമ്മൾ വിദ്യാഭ്യാസം, നമ്മുടെ എഡ്യൂക്കേഷനുള്ള പരീക്ഷയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിത പരീക്ഷ, നമ്മൾ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. ഓരോ ദിവസവും ഓരോ പരീക്ഷ വരാറില്ലേ? ഇല്ലേ? എനിക്കൊരു പരീക്ഷയില്ല, ഞാൻ എല്ലാം പാസ്സായിരിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കർത്താവ് യേശുക്രിസ്തുവിനെ വന്ന് പരീക്ഷിക്കാനായിട്ട് പിശാച് വന്നു. പിന്നാണ് ഞാൻ നമ്മളോട് ഹല്ലേലൂയ, കർത്താവ് ദൈവമാണെന്ന് അറിയാവുന്ന ഹല്ലേലൂയ, സർവശക്തൻ തന്നെയാണ് മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് അറിയാവുന്ന പിശാച് ഹല്ലേലൂയ കർത്താവിന് മുമ്പ് വന്ന് എവിടം വരെ വന്ന് പരീക്ഷ? ആദ്യം വന്ന് ഉപവസിക്കാൻ പോയി മാത്രമാണ് പരീക്ഷിച്ചത് അല്ല, കാലൊരു ക്രൂശി കിടക്കുമ്പോഴും അല്ലേക്കൂടെ ജനത്തെ കൊണ്ട് വരെ വിളിച്ച് പറയിപ്പിച്ചു, നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചല്ലോ, ആണെ നിങ്ങൾ താഴെ ഇറങ്ങി വാ, നിന്നെ ഒന്ന് രക്ഷിച്ച് കാണിക്കും. അപ്പുറത്തെ കള്ളം പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്ക്. ഇതൊക്കെ പരീക്ഷയുടെ അവസാന ശ്വാസം പോകുന്നവരെ പരീക്ഷ വന്നുകൊണ്ടേയിരുന്നു. അവിടെയെല്ലാം കർത്താവ് എങ്ങനെയാണ് ജയിച്ചത്? തിരിച്ചൊന്നും പറയാൻ പോയില്ല, മൗനമായിരുന്നു അങ്ങ് ജയിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അതുപോലെ മരണ അവസാന ശ്വാസം നമ്മളിൽ നിന്ന് പോകുന്നത് വരെ പരീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേങ്കില് അടുത്തത് ഇവിടെ പറയുന്ന മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് അടുത്തവരെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നമ്മൾ നേരിടുന്ന എല്ലാ പരീക്ഷകളെയും ജയിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ദൈവം വിശ്വസ്തൻ. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷ കൂടെ അവൻ പോക്കുവഴിയെ തന്നിട്ട്, അപ്പം ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെ നമ്മൾ നിസ്സാരമാക്കി കളയരുത്. പൗലോസിനോട് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്താ? എന്റെ കൃപ നിനക്ക് മതി. അതെന്താ? നിനക്ക് ബലഹീനകൾ അത് തികഞ്ഞു വരും. നമ്മൾ ബലഹീനമാകും, നമുക്ക് ഒരു പരീക്ഷ സഹിക്കാൻ പറ്റത്തില്ലാതെ തോന്നുമ്പോ, ഇന്ന് നിങ്ങളൊന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് അതിശയം തോന്നും, ദൈവമേ ഇത്രയും കാര്യങ്ങളുടെ ഞാനാണോ ഇതൊക്കെ ചെയ്യിച്ച് വന്നേക്കുന്നത്, ഇവിടം വരെ ഞാൻ എങ്ങനെ എത്തി? അതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം നമ്മൾ നടത്തിയ ദൈവം ഇനിയും നടത്തും. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി എന്ന് പറയുന്ന കാര്യം എന്താ? ഇതുവരെ നമ്മൾ നടന്നതല്ല, പരീക്ഷ സഹിക്കാനുള്ള ഓരോ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ചിന്ത നമ്മുടെ അവസാനമാണെന്ന് തോന്നി. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ ഹല്ലേലൂയ രക്ഷിച്ച് വിടുവിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മളെ ഇന്നും ജയത്തോടെ നിർത്തുന്നെങ്കിൽ പരീക്ഷ സഹിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ്. ദൈവം നമുക്ക് തന്ന കൃപയാണ്. ഇവിടെ പറഞ്ഞ പരീക്ഷയോട് കൂടെ പരീക്ഷ നേരെ സമയം നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞ പരീക്ഷ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോട് കൂടെ എന്ന് പറയുമ്പോൾ ദൈവം പറയും, പരീക്ഷിക്കാൻ പോകുന്ന പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം നിനക്കായി കരുതിയിട്ടുണ്ടെന്ന് ഒരു പാട്ടുകാരൻ എഴുതിയിരിക്കുന്ന പോലെ നമുക്കൊരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ കരുതി വെച്ചിട്ട് ദൈവം നമ്മളെ ഒരു പരീക്ഷയിൽ കടത്തിവിടുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയാ കാണിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹമാ, അടുത്ത ദൈവത്തിന്റെ കൃപയാ കാണിക്കുന്നത്. അപ്പൊ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ വന്നാലും അതിനെല്ലാം ജയിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. ആ കൃപയെ നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തിന്റെ കൃപ ഓരോ ദിവസം നമ്മൾ ചോദിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ജീവിച്ച ദൈവകൃപ പോരാ ഇന്ന് നമുക്ക് ജീവിക്കാനായിട്ട്, ഇന്നലെ വരെ പ്രാപിച്ച ദൈവശക്തി പോരാ ഇന്ന് നമുക്ക് ജീവിക്കാം. കാരണം ലോകത്തിൽ ഓരോ ദിവസം കഴിയും തോറും എങ്ങനെ നമ്മളെ വീഴിക്കാം എന്ന് ചിന്തിക്കുന്ന പൈശാചിക കോട്ടകൾ നമ്മുടെ ചുറ്റും എങ്ങനെ നങ്കൂരം ഇട്ട് വെച്ചേക്കുവാണെന്ന് പറയാൻ പറ്റും. എന്താ എവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്ന നമ്മളെ
വീഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസം അതുകൊണ്ടാണ് നമ്മൾ എന്തിനാ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ദൈവസന്നിധി 3 മണി 6 മണി വരെ ആർക്കും വീട്ടിൽ കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങിക്കൂടെ? എന്നും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല. നമ്മൾ കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിക്കും നമ്മളിൽ ആത്മശക്തി പ്രാപിക്കാൻ വേണ്ടി. കാരണം ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്ന പരീക്ഷകളെ ജയിച്ചു പോകണമെങ്കിൽ അല്ല നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം, ദൈവത്തിന്റെ ശക്തി വേണം. ഹല്ലേലൂയ. ആ ശക്തി നമ്മൾ പ്രാപിച്ചെടുക്കുന്നതാണ്. എനിക്കറിയാം ഞാൻ എന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ചലഞ്ച് ചെയ്ത് ഞാൻ പറയാം. അല്ല, നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിന്നൊക്കെയാ എന്തൊക്കെയാ വിഷയങ്ങൾ വന്ന് കയറുന്ന പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ആകപ്പാട് പെട്ടുപോകും. അല്ലെ, കാരണം ആ പ്രാർത്ഥിക്കുക ഞാൻ പറയാം, ഇന്നും അല്ലെ ജയത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നൊക്കെ അല്ലെ ദൈവം നമുക്ക് നിൽക്കാൻ കൃപ തരുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ്. അത് ദൈവത്തിന്റെ കൃപയാ. അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നമുക്ക് തന്നതൊരു കൃപയാണ്. ഇല്ലെങ്കിൽ ഹാലയില് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കോവിഡ് സമയത്തൊക്കെ അല്ലെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബലം നമ്മുടെ ഈ കൂട്ടായ്മ പ്രാർത്ഥനയാണ്. അന്നൊക്കെ ഹാലേലിയ ആമേ എല്ലാവർക്കും പ്രാർത്ഥന ചെയ്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ആശ്രയം. ഹാലേലിയ സൂം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് തന്ന് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്ന വലിയ വലിയ കൂട്ടായ്മ ഒന്നും അല്ലെങ്കിൽ പോലും അല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് ദൈവം തന്നേക്കും. എല്ലാവർക്കും വേണ്ടി സ്വന്തം വ്യക്തിപരം ആവശ്യം അല്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ ഇടിവ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ പ്രാർത്ഥന നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഹാലലിയ അവൻ നമ്മളെ ബലപ്പെടുത്തുക. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപയാണ് നമുക്കുള്ള പോംവഴി. ആ കൃപയെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ചു വേണം നമുക്ക് വേണം. നമ്മളുടെ ആരില്ലെങ്കിൽ ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ പോകാൻ കാരണം വെച്ചാൽ നമ്മളെ താഴ്മ നകലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കേട്ടെ, ഞാൻ എല്ലാം പറ്റി, എല്ലാം എനിക്ക് സാധിക്കും, എനിക്ക് ആരും സഹായം വേണ്ട, അല്ലെ എനിക്കിതൊക്കെ നകളം വരരുത്. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. ദൈവദേശ കർത്താവിനെ കുറിച്ച് പറഞ്ഞ അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണ തന്നെത്താൻ താഴ്ത്തി എന്ന് എഴുതിയിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവത്തിന്റെ താഴ്മ വേണം. അല്ല, നമുക്ക് ഹൃദയത്തിൽ താഴ്മ വേണം. അത് ദൈവത്തിൽ ആശ്രയം വേണം. എനിക്ക് ദാവീദ് പറഞ്ഞ പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ടത് പാഞ്ഞു, എന്റെ ദൈവം തന്നെ മതിൽ ചാടി കിടക്കുന്ന അല്ല എന്റെ ബുദ്ധിയിൽ എന്റെ ശക്തിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്താൽ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും എന്ത് നടക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ച് തന്നെ ചെയ്യണം. മാനുഷ്യ ബുദ്ധിയിലോ മാനുഷ്യ കരങ്ങളിലോ മാനുഷ്യമായ ബലത്തിലോ ഒന്നും നമ്മൾ ആശ്രയിക്കരുത്. ഈ ശരീരത്തിലുള്ള എന്ത് ബലമുണ്ട്, എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി അതെല്ലാം പോയി കിട്ടാനായിട്ട്. അല്ലെ, നമ്മുടെ തലച്ചോറിലുള്ള ഒരു ബ്രെയിൻ ചെറുതായിട്ടൊന്ന് പൊട്ടിയ തീ കിടക്കുന്നു. നമ്മൾ കണ്ടല്ലോ ഒരു ദിവസം ഞാനും ഫാർമസിസ്റ്ററും മാത്രം വെളുപ്പം കാലത്ത് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് കഴിയുമ്പം ഞാൻ നോക്കിയപ്പോ എന്റെ ഫേസ് ഒരു സൈഡിലേക്ക് കിടക്കും. ബെൽസ് പാൽസി വന്നതല്ലേ, വെളുപ്പിനെ പ്രയർ എണീറ്റപ്പോഴാണ് ഇത് കാണുന്നത്. ഒരു സൈഡിലേക്ക് മൊത്തം കൂടെ താന്നു. എന്താ, ഒരു നിമിഷം ഒരു വെയിൻ ഒന്ന് ബ്രേക്കായ മതി, ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം ഭാഗം തന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശക്തിയിലും ബലത്തിലും അല്ല നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ ആശ്രയം ഇപ്പോഴും ദൈവത്തിൽ തന്നെയായിരിക്കണം, ദൈവാശ്രയം തന്നെയായിരിക്കണം. നമ്മുടെ ദൈവം നമുക്ക് താഴോട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. വിഗ്രഹാനെ വിട്ടോടുവൻ വിവേകിൽ എന്ന് വെച്ച് ഞാൻ പറയുന്നു വിവേചിപ്പിൻ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹാർത്ഥ ക്രിസ്തുവിനെ എന്ന് പറഞ്ഞ് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നല്ല അതിൽ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോയി മുൻപോട്ട്. ഹാലേലിയ ഇവിടെ നമ്മൾ കണ്ടത് എന്താ പറയാ 3 കാര്യങ്ങളായിട്ടാ പൗലോസിവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഇസ്രായേൽ ജനത്തെ കൊരിന്ത്യയിലെ ജനത്തെയും കൂടെ വിശ്വാസികളെയും കൂടെ കമ്പയർ ചെയ്യുന്ന പോലെ അവരന്നതെല്ലാം ചെയ്തതാണ്. സ്നാനം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മേഘത്തിൽ കീഴിൽ നടന്ന് മഞ്ഞ ഭക്ഷിച്ചവരായിരുന്നു. ആത്മീയ പാറയെന്ന് കുടിച്ചവർ. പക്ഷേ എങ്കിലും അവർ ദൈവം പ്രസാദിക്കാതെ വണ്ണം അവരുടെ ജീവിതം ആയതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളത് അറിയാതെ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നമ്മൾ പട്ടുപോകാനുള്ളത് നമ്മളൊരു മരുഭൂ യാത്രയിൽ തന്നെയാണ്. രണ്ടാമതായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന ഒരു മുന്നറിയിപ്പ് പോലെ 6-10 വരെ വാക്യങ്ങൾ അവരെങ്ങനെയൊക്കെയാണ് തെറ്റിപ്പോയതെന്ന് നമ്മളത് ആകരുത് പറഞ്ഞാണ്. 11-12 വാക്യത്തിൽ നമുക്കൊരു പാഠം ഇത് ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ നമ്മൾ ദൈവം തന്നിരിക്കുന്ന
ആ പരീക്ഷകൾ വരുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചും നമുക്ക് ദൈവം തന്ന കൃപയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ വിട്ടോടാനുണ്ട്, എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കാനുണ്ട്, നമുക്ക് ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവാ. നമ്മൾ സ്വയം അഹങ്കരിക്കാതെ ദൈവത്തിനെ താഴ്ത്തി എന്ത് കാര്യം ചെയ്യും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്കത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരു വാക്ക് പറയാൻ പറ്റിയ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ, ഒരു കാര്യം ഒന്ന് ഒരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയാൽ പോലും ദൈവത്തിന്റെ കൃപയാന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് മാനുഷ്യവും കുറച്ച് ദൈവികം എന്നല്ല, സകല കാര്യത്തിനും പണ്ടെപ്പോഴും പറയും പാതി അത് താൻ പാതി ദൈവം പാതി എന്ന്. ഞാൻ പറയും നമ്മുടെ പാതി ദൈവത്തിന് ആവശ്യമില്ല. വേണോ നമ്മുടെ പാതി കൊടുത്തിട്ടാണ് ദൈവം നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി? അല്ല, ഞാൻ പറയാം 100% ദൈവത്തിന്റെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്ക് വായി തുറന്നൊരു വാക്ക് സംസാരിക്കാൻ കഴിയുന്നത് അത് ദൈവം തരുന്ന കൃപ മാത്രമാണ്. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, നിങ്ങളുടെ ബിസിനസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിലും, കുടുംബത്തിൽ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുക, ഒരു കുടുംബം നന്നായി നോക്കണേ, എല്ലാ കാര്യവും ഒരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവ ആശ്രയം വെച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.